5 ഏക്കറിനകത്ത് ഒരു 3000-ഓളം കാണും ചെടികളും പൂച്ചെടികളും ചെടികളും വൃക്ഷങ്ങളും എല്ലാം കൂടെ 3000 കൂടുതലുണ്ടേ ഉള്ളൂ. ആദ്യം പ്രദേശവാസികൾ പറഞ്ഞു, അല്ല ആക്സിഡൻറ്റിനോട് കൊലയിലെ അമ്മയ്ക്ക് തലയ്ക്കും വട്ടായോ, ഇവിടെ എല്ലാം ഇങ്ങനെ കാട് പിടിപ്പിക്കാൻ ചോദിച്ചു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി വനം ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്ന് വെച്ചാൽ നമ്മളൊരു ചെടി നട്ടാലൊക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കാട്ടി കാര്യമായിട്ട് അതിനെ നോക്കിയെങ്കിലേ അതിന് കൊടുക്കത്തുള്ളൂ. ജീവിക്കണമെങ്കിൽ തന്നെ ശുദ്ധജലവും ശുദ്ധവായുവും വേണം. ഈ ശുദ്ധവായു കിട്ടുന്നത് മരത്തിൽ നിന്ന്. ഇപ്പോഴുള്ള പിള്ളേർക്ക് വരെ അറിയാം ഞങ്ങൾക്ക് എത്ര വായു വേണമെന്ന്. അതിനുള്ള മരങ്ങളെങ്കിലും പച്ചപ്പെങ്കിലും നമ്മൾ വെച്ചു പിടിപ്പിക്കണം. ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് അറബിക്കടലിനോട് ചേർന്ന് 5 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന തപോവനം നൂറുകണക്കിനിനം അപൂർവമായ മരങ്ങൾ, സസ്യങ്ങൾ, വള്ളിച്ചെടികൾ, പക്ഷികൾ, ചെറുജീവികൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയാണ്. ഈ പച്ചപ്പിന്റെ ശില്പിയായ ദേവകിയമ്മ തപോവനത്തിന്റെ ആത്മാവും കാവലാളുമാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായി അവർ സമർപ്പിച്ച അതുല്യ സേവനങ്ങൾക്ക് അംഗീകാരമായി 2026 പത്മശ്രീ പുരസ്കാരം അവരെ തേടിയെത്തിയിരിക്കുന്നു. കൊല്ലകൽ വളപ്പിലെ ഒരിക്കൽ തരിശായി കിടന്നിരുന്ന ഭൂമിയെ ജീവൻ തുളുമ്പുന്ന ഹരിതാപമായ ആവാസ വ്യവസ്ഥയാക്കി മാറ്റിയത് അവരുടെ അക്ഷീണ പരിശ്രമമാണ്. 4.5 പതിറ്റാണ്ടിലേറെയായി ഓരോ തൈയും സ്വന്തം കൈകളാൽ നട്ട് കുഞ്ഞിനെ പോലെ പരിചരിച്ചു വളർത്തിയ ദേവകിയമ്മയുടെ ജീവിതം തന്നെയാണ് തപോവനത്തിൻ്റെ പച്ചപ്പായി ഇന്ന് വിരിയുന്നത്. ഇവിടെ ഇപ്പം 3000-ലധികം ചെടികളുണ്ട്. അതിൽ തന്നെ ഔഷധ സസ്യങ്ങളുണ്ട്, വള്ളികളും മരങ്ങളും. പശ്ചിമഘട്ടത്തിലൊക്കെ എൻഡമിക് ആയിട്ടുള്ള കുറച്ച് ചെടികളുണ്ട്. എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലൊക്കെ പറയുന്ന ചെടികൾ ഞങ്ങളിവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട്. അതെല്ലാം അമ്മുമ്മ കൊണ്ടുവന്ന് വെച്ചു പിടിപ്പിച്ചത് തന്നെയാണ്. ഒന്നും പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്ന ഒന്നുമല്ല. അമ്മുമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെടികൾ നടുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുത്തശ്ശനാണേലും പിന്നീട് അപ്പച്ചി തിരുവനന്തപുരം സീറ്റിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ അപ്പച്ചിയും യാത്രകളൊക്കെ പോകുമ്പം ആ ഒരു ഇഷ്ടം, അപ്പച്ചിക്ക് ഇതിനോട് തന്നെ ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരാളാണ്. അപ്പോൾ എന്ത് കണ്ടാലും കൊണ്ട് അമ്മുമ്മയുടെ കൊടുത്തു. അങ്ങനെ ഈ 45 വർഷം കൊണ്ട് ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചൊരിമണലിൽ ഈ കാട് ഒരു സ്വാഭാവിക വനം പോലുള്ള ഒരു ആവാസ വ്യവസ്ഥ വന്നത് കാരണം ഒരുപാട് മാറ്റങ്ങൾ ഈ പറഞ്ഞ ചുറ്റുപാടുമുള്ള നമ്മുടെ കാലാവസ്ഥയിലാണെങ്കിലും മണ്ണിനാണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ അടുത്ത് തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ ഒരു ചേച്ചി, ആ ചേച്ചിയുടെ PhD വർക്കുമായി ബന്ധപ്പെട്ട് എറണാകുളം ഇരിങ്ങോൽ കാവും അതുപോലെ കോഴിക്കോടുള്ള പോയിൽ കാവും കൊല്ലകൽ തപോവനത്തിൻ്റെയും കൂടെ മണ്ണിലെ ഫംഗസുകളെ പറ്റിയിട്ടുള്ളൊരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൽ ഏറ്റവും അധികം ഫംഗസിലെ സ്പീസീസ് ഡൈവേഴ്സിറ്റി വന്നിരിക്കുന്നത് തപോവനത്തിലെ മണ്ണിൽ നിന്നാണ്. അത് ശരിക്കും നമുക്കൊരു അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റ് കാവുകളൊക്കെ ഈ പറഞ്ഞ പോലെ പശ്ചിമഘട്ടത്തിനോടോ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായി നിലകൊള്ളുന്ന കാവുകളെ സംബന്ധിച്ച് അതുമായിട്ടൊരു താരതമ്യപ്പെടുത്തിയപ്പോൾ ഈ വളരെ കുറച്ച് കാലഘട്ടം 45 വർഷം എന്ന് പറയുന്നത് ഒരു കാടിനെ സംബന്ധിച്ചൊരു ചെറിയ കാലഘട്ടം തന്നെയാണ്. അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു കാട്ടിലെ മണ്ണിൽ ഇത്രയധികം പുതിയ അല്ലെങ്കിൽ എന്താ പറയണ്ടേ വെറൈറ്റീസ് ഓഫ് ഫംഗസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു മാറ്റം എത്രത്തോളം നല്ലതായി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഒരു പഠനം കൊണ്ട് തെളിയിക്കപ്പെട്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ മൂത്തത് 7 ആങ്ങളമാർ. അങ്ങനെ 7 ആങ്ങളമാരുടെ കൊച്ചുമക്കളാണ് ഞാൻ. അപ്പോൾ അവർക്കെല്ലാം ജോലിയൊക്കെ ആയതുകൊണ്ട് അന്നത്തെ കാലത്ത് പെണ്ണുങ്ങളെ കൃഷി ജോലികളൊക്കെ നോക്കും, ആണുങ്ങളൊക്കെ എല്ലാ ഉദ്യോഗത്തിനൊക്കെ പോകും. അങ്ങനെ അവിടെ തേങ്ങ പോയതാണ്. അപ്പോഴേ ഒരു ഡ്രൈവിംഗ് ബസ് കാർ വന്ന് ഇടിച്ചു. ദൈവാനം കൊണ്ട് പുൽത്തഴിയിലോട്ടാണ് വീണത്. അതുകൊണ്ട് കാലയിൽ കയറി ഈ എല്ല് കൊടുകൊണ്ട് അവിടെ ഇപ്പോഴും സെൻസേഷനൊന്നുമില്ല. നിവിയായിട്ടിരിക്കുന്നത് വെച്ച തൊലികളാണ് ഇതെല്ലാവേ. അത് കഴിഞ്ഞ് ഇവിടെ വന്നിങ്ങനെ കിടന്നു. ഇവിടെയും വന്ന് 2 മാസമൊക്കെ ബെഡ് റെസ്റ്റായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ചെടികൾ പെയ്യനെ നടാൻ തുടങ്ങി. കൊച്ചു പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചു. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ കിളിത്ത് വന്നപ്പം നമുക്കൊരു സന്തോഷം, മാനസികമായിട്ടുള്ള ഒരു സന്തോഷം വന്നു.
അപ്പോൾ മരുന്നരും മക്കളും കൊച്ചുമക്കളും എല്ലാവരും പറഞ്ഞു അമ്മൂമ്മയ്ക്ക് എന്നാൽ ഇവിടെയൊക്കെ അങ്ങ് നടല്ലോ ഇവിടെ അഞ്ചുമാവടൊക്കെ വലിയെന്ന്. അങ്ങനെ നടാൻ ഭാവിച്ചു. അങ്ങനെ കൈ നട്ട് നനച്ച് വളർത്തി കാടാവണമെന്നും ഒന്നും ഉദ്ദേശിച്ചല്ല. എങ്കിലും കൈ നട്ട് നനച്ച് വളർത്തി ആലപ്പുഴ വനമില്ലാത്ത ഡിസ്ട്രിക്റ്റിൽ ഒരു വനം നിർമ്മിച്ച് കൊടുത്തു. ഞാൻ പറയും, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ആരോഗ്യത്തിനും മാനസിക സന്തോഷത്തിനുമാണേലും നമ്മുടെ എല്ലാം മാതാവായ ഭൂമിദേവി അമ്മയെ സേവിച്ചു, നോവിക്കാതെ. അതിൻ്റെ ഫലമാണ് അമ്മ എനിക്ക് തന്നിരിക്കുന്നത്. അതാണ് എൻ്റെ വിശ്വാസം. ദേവകിയമ്മയുടെ മൂന്നാമത്തെ ജനറേഷനിൽ വരുന്ന ആളാണ് ഞാൻ, ശരണ്യ. ഇപ്പം ആലപ്പുഴ SD കോളേജിൽ ബോട്ടണിയിൽ PhD ചെയ്യുകയാണ്. അപ്പം ഞാൻ 2000 കിഡാണ്. അപ്പോൾ ജെൻസി കിഡുകൾക്ക് അന്യം നിന്നു പോകുന്ന ഒരു കാര്യമാണ് കൃഷിയോടുള്ളൊരു അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള ഒരു അടുപ്പം. അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു ചുറ്റുപാടിൽ ഒരു മുത്തശ്ശി നിർമ്മിച്ചെടുത്ത വനത്തിന് ചുറ്റുമുള്ളൊരു വീട്ടിനുള്ളിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഞാനിപ്പോൾ ജനിച്ചു വളർന്ന സമയം തൊട്ടേ കണ്ട കാര്യങ്ങളാണ് അമ്മൂമ്മ എങ്ങനെയാണ് ഓരോ ചെടികളും ഈ മണ്ണിൽ വളരാൻ വളരെ പ്രയാസമുള്ള ഓരോ തൈകളും മരങ്ങളും വിത്തുകളും ഒക്കെ കിട്ടുമ്പം സ്നേഹത്തോടെ അതിനെ കൊണ്ട് നട്ട് അതിൻ്റെ ഓരോ ഇലയും പൂവും കായും വരുമ്പം അത്ര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന അമ്മൂമ്മയുടെ ആ ഒരു സന്തോഷം നേരിട്ട് അനുഭവിച്ച ഒരാളാണ്. അതിലേക്ക് തന്നെ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് എത്തിപ്പെടാനും പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ജനറേഷനെ സംബന്ധിച്ച് ഞങ്ങളുടെ പൂർവികർ അതിന് മുമ്പുള്ള ആളുകളൊക്കെ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോഴും ശുദ്ധവായുവും ശുദ്ധജലവും ഒക്കെ കിട്ടി കഴിഞ്ഞു പോകുന്നത്. ആദ്യം പ്രദേശവാസികൾ പറഞ്ഞു, അല്ല ആക്സിഡൻറ്റിനോട് കൊലകല അമ്മയ്ക്ക് തലയ്ക്കും വട്ടായോ, ഇവിടെ എല്ലാം ഇങ്ങനെ കാട് പിടിപ്പിക്കാമെന്ന് ചോദിച്ചു. പക്ഷെ പിന്നീട് അവർക്കത് മനസ്സിലായി. അതിന് അന്ന് ഈ വനവൽക്കരണമോ അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഔഷധ ചെടികളും എല്ലാ സൈസും ഉണ്ട്. അവർക്ക് ഓരോന്നിനും എടുക്കാൻ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി അമ്മ ഈ ചെയ്തത് ഒരു പുണ്യകർമ്മമാണല്ലോ, എല്ലാവർക്കും ഉപകരിക്കുന്നത് ഔഷധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്ന് പിന്നെ അവർക്ക് മനസ്സിലായി. എന്താ ഒരു സാധാരണ വീട്ടമ്മ തൻ്റെ വീടിന് ചുറ്റുമുള്ള 5 ഏക്കറിൽ ഇത്രയും വൈവിധ്യമാർന്ന ഈ മണലിൽ വളരെ റെയറായിട്ടുള്ള പശ്ചിമഘട്ടത്തിലൊക്കെ കാണുന്നതും ഔഷധ സസ്യങ്ങളായിട്ടുള്ളവ, വള്ളികൾ, മരങ്ങൾ, അങ്ങനെ നിരവധി, അത് മറ്റുള്ള ഇങ്ങനത്തെ ചെടികൾ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് അത് വളർന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ പൂമ്പാറ്റകൾ, അതുപോലുള്ള മറ്റ് കിളികൾ, ഒരുപാട് കാര്യങ്ങൾക്ക് അതൊരു വലിയ തപോവനം എന്ന് പറഞ്ഞ ഈ കൊച്ചു കാട് ഒരുപാട് ജീവജാലങ്ങൾക്ക് ഒരു വീടായി മാറി. ഇത്രയും വലിയൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുക, അതിനെ വളർത്തിക്കൊണ്ടുവരിക, അതിനെ അതിൻ്റെ പരിപൂർണമായ ഭംഗിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എത്ര ശ്രമകരമായി ഉള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു ജെൻസി കിഡ് എന്ന നിലയ്ക്ക് ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഇതിനെ അതിൻ്റെ ഭംഗിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, അതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇനിയിപ്പം 4ാമത്തെ തലമുറക്കാരും ഉണ്ട് മുത്തശ്ശിക്ക്. അപ്പം ഞങ്ങൾ മാത്രമല്ല, ഇനിയും കൂടുതൽ ആളുകൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ഭംഗിയായി അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. പത്മശ്രീ പുരസ്കാരത്തിന് പുറമെ നിരവധി പുരസ്കാരങ്ങൾ ദേവകിയമ്മ നേടിയിട്ടുണ്ട്. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ്, നാരി ശക്തി പുരസ്കാരം, ഹരിത വ്യക്തി പുരസ്കാരം, ഗ്രീൻ ഇൻഡിവിജ്വൽ അവാർഡ് തുടങ്ങിയവ അതിൽ ചിലതാണ്. എൻ്റെ മൂത്ത മോള് ഗീതങ്കമണി, അവൾ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസറായിരുന്നു. അവൾ ഇതിനകത്ത് കൂടുതൽ വിജ്ഞാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ ഈ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ ഇതിനകത്ത് എല്ലാവർക്കും ഇഷ്ടമാണ് അതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. പണ്ട് തൊട്ടേ റോസ ആയാലും ഇത് കാണുന്നതൊക്കെ കൊണ്ടുതരും, അവൾ കൊണ്ടുതരും, ഞാൻ നട്ടുപിടിപ്പിക്കും. ഇവിടുന്ന് അവൾ പിന്നെ കൊണ്ടുപോയി അവിടെ കോളേജിലും നട്ടുപിടിപ്പിച്ച് കോളേജിലും കിട്ടിയിട്ടുണ്ട് ഇന്ദിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ്. അപ്പോൾ ഞാനും മോളും കൂടെ ഒന്നിച്ചാണ് ഡൽഹിയിൽ ഒരു സ്റ്റേജിൽ നിന്ന് ഇത് വാങ്ങിക്കുന്നത്, ഇന്ദിരാ പ്രിയദർശിനി വിശ്വമിത്ര അവാർഡ്. അത് അവർക്ക് ഡൽഹിക്കാർക്ക് തന്നെ അതൊരു വലിയ അത്ഭുതമായി. ഒരേ അവാർഡ് കോളേജിനും വീട്ടിലും രണ്ടൊക്കെ ഒന്നായിട്ടാണ്. കോളേജിനുമൊക്കെ പ്രത്യേകമുണ്ട്, അത് ഒരേ വേദിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഒക്കെ ചർച്ചാ വിഷയമായിട്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഡെക്കേഡ് കഴിഞ്ഞു. അതിനുള്ള പ്രതിവിധികൾക്കുള്ള ഡിസ്കഷനുകളൊക്കെ ഇപ്പോഴും തകൃതിയായി നടക്കുന്നുണ്ട്. എത്രത്തോളം എഫേർട്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മാറ്റങ്ങൾ വരുന്നുണ്ട്, നല്ല മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മാറ്റമാണ് ഇതും. അങ്ങനെ ഒരു അവാർഡ്, ഒരു പത്മശ്രീ പോലുള്ള വലിയൊരു ബഹുമതി തേടിയെത്തിയ ഒരു വ്യക്തിയാണ് മുത്തശ്ശിയും. മുത്തശ്ശിയുടെ വളരെ വ്യക്തിപരമായ ഒരു ശ്രമത്തിൻ്റെ ഫലമായിരുന്നു ഈ ചെറിയ വലിയ കാട്. അപ്പം ഈ കാട് കാരണം, ഈ കൊച്ചൊരു ആവാസ വ്യവസ്ഥ കാരണം നമുക്കുണ്ടായേക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒന്നാമത് ഇപ്പം ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഏറ്റവും
എടുത്തു പറയാനാവുന്നത് ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഈ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേക തണുപ്പും ആ ഒരു ശുദ്ധവായുവിൻ്റെയൊക്കെ ഗുണം തന്നെയാണ്. അമ്മൂമ്മയോട് എപ്പോഴും എന്താണ് പുതിയ തലമുറയോട് പറയാനുള്ളൊരു സന്ദേശം എന്ന് ചോദിക്കുമ്പം അമ്മ പറയുന്നത് നമുക്ക് ഓരോ വ്യക്തികൾക്കും ജീവിക്കാൻ ശുദ്ധവായുവും ശുദ്ധജലവും വേണം. അപ്പം എനിക്ക് വേണ്ട ശുദ്ധവായുവിനും ജലത്തിനും വേണ്ടിയിട്ടുള്ള പച്ചപ്പ് നമ്മൾ ഓരോരുത്തരും വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം. നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നെ ശുദ്ധജലവും ശുദ്ധവായുവും വേണം. ഈ ശുദ്ധവായു കിട്ടുന്നത് മരത്തിൽ നിന്നാണ്. അപ്പം നമുക്ക് വേണ്ടിയ ഇപ്പോഴുള്ള പിള്ളേർക്ക് വരെ അറിയാം ഞങ്ങൾക്ക് എത്ര വായു വേണമെന്ന്. അതിനുള്ള മരങ്ങളെങ്കിലും പച്ചപ്പെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിക്കണം.